ഹലോ ഗെയ്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബിഗ് ബോസ് തെലുങ്കിൻ്റെ ടോപ്പ് 5 ലോഗോസിനെ പറ്റിയാണ്. ഇതുവരെ 7 സീസണുകളാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇതിനു മുമ്പ് നമ്മൾ മലയാളത്തിൻ്റെയും തമിഴിൻ്റെയും വീഡിയോസ് ചെയ്തിരുന്നു. ഇതിനുശേഷം നമുക്ക് ഹിന്ദിയുടെയും അതുപോലെ തന്നെ ബാക്കി ബിഗ് ബോസുകളുടെയും ബാക്കി ഇന്ത്യയിൽ തന്നെയുള്ള ബിഗ് ബോസുകളുടെയൊക്കെ ഈ ഒരു വീഡിയോസൊക്കെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. നമുക്ക് ഏറെ വൈകാതെ ഈ ഒരു വീഡിയോയിൽ തീർക്കാം. അപ്പോൾ 5ാമത്തെ പൊസിഷനിലുള്ള ലോഗോയാണ് ബിഗ് ബോസ് സീസൺ 5ൻ്റെ ലോഗോ. ഈ ഒരു ലോഗോ വലിയ ആർഭാടങ്ങളൊന്നുമില്ലാത്ത ലോഗോയാണെന്ന് തന്നെ പറയാം. ഒരു യെല്ലോ ലൈറ്റിൻ്റെ ഒരു രീതിയിലാണ് ഈ ഒരു ലോഗോയുടെ എഴുത്തും അതുപോലെ തന്നെ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതിയൊക്കെ അവർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ബിയുടെ അടിയിലും ജിയുടെ മുകളിലും 5ൻ്റെ ചെറുതായിട്ടൊക്കെ ഒരു മുകളിലാണ്ടായിട്ടൊക്കെ നമ്മുടെ മലയാളത്തിലുള്ളത് പോലെ തന്നെ ഒരു വെളിച്ചം നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായിട്ട് 4ാമതായിട്ട് ഉള്ള ലോഗോയാണ് ബിഗ് ബോസ് സീസൺ 6ൻ്റെ ലോഗോ. ഈ ഒരു ലോഗോയും അതുപോലെ തന്നെ തമിഴിലത്തെ സീസൺ 4ലെ ലോഗോയും പിന്നെ അതുപോലെ തന്നെ മലയാളത്തിലത്തെ സീസൺ 4ത്തെ ലോഗോയായിട്ട് ചെറുതായിട്ടൊക്കെ ഒരു സാമ്യത, ഒരു കോൺസെപ്റ്റൊക്കെ ഒരു സാമ്യതയുള്ള പോലെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് കളർഫുള്ളായിട്ടുള്ള ഒരു ലോഗോയാണ്. ഒരു മഞ്ഞ കളറുണ്ട്, പിന്നെ റെഡ് കളറുണ്ട്, പിന്നെ ഒരു ചെറിയൊരു സാധാ ഒരു ഗോൾഡും അങ്ങനത്തെ ഒരു കളറുണ്ട്. പിന്നെ ഇതിൽ ഈ ഒരു കഴിഞ്ഞ സീസണിൽ നോക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ ഭാഗം കുറച്ച് ചെറിയതായിരുന്നു. അതുപോലെ തന്നെ ഇതിലും കണ്ണിൻ്റെ ആ ഒരു കൃഷ്ണമണിയില്ലേ, അത് കുറച്ച് ചെറിയതാണ്. ഒരു ക്യാമറയുടെ ടൈപ്പിലാണ് ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗം. പിന്നെ അത് മാത്രമല്ല, ഇതിൽ 4 ഭാഗത്ത് വെളിച്ചുണ്ട്. നമ്മുടെ മലയാളത്തിൽ ഒരു ഭാഗത്ത് മാത്രം ആ ഒരു ബിയുടെ അവിടെ മാത്രമാണ് വെളിച്ചുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ 4 ഭാഗത്ത് വെളിച്ചുണ്ട്. അതായത് ബിയുടെ മുകളിലും ഐയുടെ അടിയിലും ഓടെ അടിയിലും അതുപോലെ തന്നെ മറ്റേ 6ൻ്റെ മുകളിൽ അങ്ങനെ 4 സ്ഥലത്ത് വെളിച്ചമുണ്ട്. അപ്പോൾ ഇതായിരിക്കും ചിലപ്പോൾ ഒരു കോമൺ ഫാക്ടർ എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് അടുത്ത ലോഗോ നമുക്ക് നോക്കാം. 3ാമത്തെ പൊസിഷനിലുള്ള ലോഗോയാണ് സീസൺ 7ൻ്റെ ലോഗോ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ സീസണിൻ്റെ ലോഗോയാണിത്. ഈ ഒരു ലോഗോ ഒരു ഡിസ്കോ ലൈറ്റിൻ്റെ പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒരു DJ പാർട്ടിയുടെ ഒരു മൂഡായിട്ടായിരിക്കും നമുക്ക് ഈ ലോഗോ കാണാൻ സാധിക്കുക. ശരിക്കും ലോഗോ ഭയങ്കര അത്രയ്ക്ക് തെളിച്ചൊന്നുമില്ലാത്ത എന്നാൽ അത്യാവശ്യമൊക്കെ നമുക്ക് ലോഗോ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു ലോഗോയാണെന്ന് തന്നെ പറയാം. പറഞ്ഞപ്പോൾ കൊള്ളായിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക. അപ്പോൾ ഇതിൽ നമ്മുടെ കൃഷ്ണമണിയുടെ ഭാഗമൊന്നുമില്ലേ, കൃഷ്ണമണിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ആ ഒരു കണ്ണിൻ്റെ ആ ഒരു ഭാഗത്ത് 7 എന്നാണ് എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ 7 എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ തന്നെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഇല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇല്ല, മറ്റേ ഒരു വെളിച്ചില്ലേ, അത് ഇതിലില്ല. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലോഗോയാണ്. പക്ഷേ ബിഗ് ബോസിൻ്റെ ഒരു കണ്ണിൻ്റെ ആ ഒരു ഭാഗത്തുള്ള കൃഷ്ണമണിയൊക്കെ മിസ്സാണ്. ഒരു മാറ്റിപ്പിടിക്കലാണോ എന്നെനിക്കറിയില്ല. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരു ലോഗോ തന്നെയാണ് ഈ ഒരു സീസൺ 7ൻ്റെ ലോഗോ എന്ന് നമുക്ക് പറയാം. 2ാമത്തെ പൊസിഷനിലുള്ള ലോഗോയാണ് സീസൺ 3യുടെ ലോഗോ. ഈ ഒരു ലോഗോയുടെ ഒരു എക്സ്ട്രീം വേർഷൻ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് മോഡിഫൈഡ് ആയിട്ടുള്ളൊരു വേർഷനാണെന്ന് പറയാം നമ്മുടെ സീസൺ 6ൻ്റെ ഒരു ലോഗോ എന്ന് പറയുന്നത്. പക്ഷെ അതിനെക്കാട്ടും എനിക്ക് ഈ ഒരു ലോഗോയുടെ ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി കുറച്ചും കൂടി ഒന്ന് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല ഒരു ഭാഗത്ത് നീലയും ഒരു ഭാഗത്ത് റെഡും പിന്നെ ഒരു മഞ്ഞ ഷാഡോയുമായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുക. പിന്നെ കണ്ണിൻ്റെ ഉള്ളിലുള്ള കൃഷ്ണമണി ഇതിൽ മിസ്സിങ് ആണ്. ഇവരുടെ എല്ലാം കുറച്ച് മിസ്സിങ് ഉള്ള പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. സീസൺ 7ൻ്റെ കൃഷ്ണമണിയിൽ അതുപോലെ തന്നെ ഇതിലുമില്ല. പിന്നെ മറ്റേതിലൊക്കെ ഒരു ക്യാമറയുടെ ടൈപ്പിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു ലോഗോയാണ് ഇത്. മറ്റുള്ള ലോഗോയേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ലിസ്റ്റിൽ ഇതിനെ ഉൾപ്പെടുത്തിയത്. ബാക്കിയുള്ളതൊക്കെ കുറച്ച് ഓവറായിട്ട് തോന്നിയപ്പോൾ ഇത് അധികമൊന്നും ഓവറാക്കാത്ത എന്നാലും വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു ലോഗോയായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ലിസ്റ്റിൽ ഇത് ഉൾപ്പെടുത്തിയത്. അടുത്തായിട്ട് 1ാമത്തെ പൊസിഷനിലുള്ള ലോഗോയാണ് സീസൺ 2ൻ്റെ ലോഗോ. ഈ ലോഗോനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു ബെസ്റ്റ് ലോഗോ ഇതുവരെ തെലുങ്ക് ബിഗ് ബോസിൽ വന്നിട്ടില്ല. അതിന് മുമ്പ് സീസൺ 1ൻ്റെ ലോഗോ വലിയ കുഴപ്പമില്ലാത്ത ലോഗോയായിരുന്നു. പക്ഷേ അതിന് ശേഷം വന്നിട്ടില്ല, ഇങ്ങനത്തെ ഒരു ലോഗോ വന്നിട്ടില്ല എന്ന് പറയാം. ഒരു വെടിക്കെട്ട് വൈബ് എന്താണല്ലോ, തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് പൊട്ടുന്ന പോലെയാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ഈ വെളിച്ചമുണ്ട് 2ൻ്റെ അവിടെയും ബിയുടെ അവിടെയും അതുപോലെ തന്നെ ഐയുടെ അവിടെയും വെളിച്ചമുണ്ട്. ബിയുടെ അവിടെ ഇല്ലല്ലോ, ഓടെ അവിടെ വെളിച്ചമുണ്ട്. എന്നാൽ
ഇതൊരു കളർഫുള്ളായിട്ടുള്ളൊരു ലോഗോ ആയതുകൊണ്ട് തന്നെ അത് അത്രയ്ക്ക് ക്രിഞ്ചായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഇതിൻ്റെ ഐയുടെ ഭാഗം ഒരു ശരിക്കുള്ളൊരു കണ്ണിൻ്റെ പോലെ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതും ആ ഒരു എഫക്റ്റുമായിട്ട് യോജിക്കുന്ന രീതിയിൽ ആണ് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെയധികം അടിപൊളിയായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ലോഗോ എന്ന് പറയാന്ന് വെച്ചാൽ ഇത് മാത്രമാണുള്ളത്. മറ്റേതൊക്കെ കുറച്ച് ഓക്കെ ലെവലിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് എന്താ പറയുക, ലോഗോ ഡിസൈൻ ചെയ്യാൻ അറിയില്ല എന്നുള്ള പോലെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ലോഗോ ആരാണ് ഡിസൈൻ ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം ഒരു അടിപൊളി വ്യക്തിയാണ്. അടിപൊളിയായിട്ട് ഈ ലോഗോ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ലോഗോ ഡിസൈനറായിക്കൊണ്ട് അല്ലെങ്കിൽ ഈ ലോഗോ ഡിസൈൻ ചെയ്യിച്ച ഇതാളാണോ മറ്റേ ലോഗോയൊക്കെ ഡിസൈൻ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇനി അഥവാ ആണെങ്കിൽ ഇതുപോലത്തെ ലോഗോയൊക്കെ ഡിസൈൻ ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ വേറെ ആളെങ്ങാനാണെങ്കിൽ അയാളിനെ വിളിച്ചിട്ട് വന്നിട്ട് ഇങ്ങനത്തെ ലോഗോസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറയണം. ഇതുപോലത്തെ അല്ല, ഇതിനെക്കാട്ടും മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ ലോഗോസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറയണം. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തായിട്ട് കന്നഡ ബിഗ് ബോസിൻ്റെയും ഒക്കെ ലോഗോയുടെ വീഡിയോ ചെയ്യാൻ പ്ലാനുണ്ട്. കന്നഡ ബിഗ് ബോസിൻ്റെ ലോഗോയുടെ വീഡിയോ ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം 10 സീസൺ ഉണ്ട്. അപ്പോൾ അതിൽ ഏതാണ് മികച്ചത്, ഏതൊക്കെ സീസണിലെ ലോഗോയാണ് എന്നൊക്കെ അറിയണം. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.